ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡിന് ശേഷം മലയാള സിനിമ കുറച്ചും കൂടി പച്ച പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. പച്ച പിടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല ആത്മവിശ്വാസം. ചെറിയ സിനിമകളും വലിയ സിനിമകളും ഒപ്പത്തിനൊപ്പം, അതായത് തോളോട് തോൾ ചേർന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇനി പുതിയവരുടെ സിനിമയെന്നോ വലിയവരുടെ സിനിമയെന്നോ പഴയവരുടെ സിനിമയെന്നോ സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയെന്നോ പറഞ്ഞു മാറ്റി നിർത്തേണ്ടതില്ല. ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന സിനിമകളാണ് നിലനിൽക്കുന്നത്. അവിടെ വലുപ്പ ചെറുപ്പം നോക്കാറില്ല. അതിൻ്റെ ഏറ്റവും പുതിയ മുഖമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമ ബ്രഹ്മയുഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഹിറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റു രണ്ട് സിനിമകളും മഞ്ഞുമ്മൽ ബോയ്സ് അടക്കം ബമ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. മമ്മൂട്ടിയുടെ അഭിനയം വളരെ ഗംഭീരമായിരിക്കുന്നു. ലോക നിലവാരത്തിലുള്ള അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഒരു പേര് കൂടി എഴുതി ചേർക്കാം എന്ന രീതിയിലും സംസാരം വന്നു തുടങ്ങി. അതിൻ്റെ രചനയും വന്നു തുടങ്ങി ആലോചിക്കണം. അപ്പോൾ മലയാളത്തിൻ്റെ പ്രിയ നടൻ ലോക നിലവാരത്തിലേക്ക് ഉയർന്നതിന് ലക്ഷണമാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന കുറേ സിനിമകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ വേറെ ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറന്നുപോയൊരു സിനിമയുണ്ട്, ഒരു കൊച്ചു സിനിമ, രഞ്ജിത്തിൻ്റെ സിനിമ, മമ്മൂട്ടി അഭിനയിച്ച സിനിമ, ഖുശ്ബു അഭിനയിച്ച സിനിമ, മുകേഷ് അഭിനയിച്ച സിനിമ, കയ്യൊപ്പ്. ഈ കയ്യൊപ്പിനെ കുറിച്ച് നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഈ കയ്യൊപ്പിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. ഈ കയ്യൊപ്പിലെ മമ്മൂട്ടിയുടെ അപാരമായ അഭിനയത്തെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണത്. കയ്യൊപ്പ് എന്ന സിനിമയെക്കുറിച്ചൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടെന്ന് ആലോചിക്കണം. പലരും പറഞ്ഞ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം തന്നെ ആ സിനിമയെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആലോചിക്കണം. അത് തേടി പിടിച്ച് വായിച്ചാൽ ആ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇതൊക്കെ തർപ്പിച്ചുള്ള വേറെ ആൾ ചോദിച്ചേ, ഇത്രയും പ്രഗത്ഭനായ നിങ്ങളുടെ നടനെ ഒരു സംവിധായകൻ മാറ്റി നിങ്ങളുടെ അഭിനയം ശരിയല്ല, അത് മാറ്റി നിർത്തിയില്ലേ? ശരിയാണ്, അഭിനയം എല്ലാ സിനിമയിലും അഭിനയം നന്നാവണമെന്നില്ല. അപ്പോൾ ചില സംവിധായകർക്ക് അഭിനയം ഇഷ്ടമാണെന്നില്ല. ചില സംവിധായകരുടെ രീതി നമ്മൾ ആലോചിക്കുക. ഒരു സിനിമ ചെയ്യുന്ന ഒരു സംവിധായകൻ പല രീതിയിലാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ എടുക്കുന്നത് ഷോട്ടുകളെല്ലാം തിരിച്ച് മുമ്പെല്ലാം ഇറക്കിയിട്ടാണ്. ഒരു സുകുമാര സാറും എടുക്കുന്ന ഷോട്ടുകളെല്ലാം തിരിച്ചു വെച്ചിട്ടാണ്. അതേ സ്ഥാനത്ത് പ്രശസ്തനായ നമ്മുടെ അരവിന്ദൻ്റെ സിനിമകൾ നമ്മൾ നോക്കുക. അരവിന്ദൻ്റെ ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരുന്ന എനിക്കറിയാൻ പറ്റും, ഒരു 2-3 കടലാസ് അരവിന്ദൻ്റെ കയ്യിലുണ്ടായിരിക്കും. അതാണ് കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നിലയ്ക്കണം. ആ 3-4 കടലാസുകൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും സിനിമകൾ എടുത്തിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം ഒരു മുഴുവനായിട്ടൊരു തിരക്കഥ എഴുതിയിട്ടില്ല, ഷോട്ടുകളൊന്നും തിരിച്ചിട്ടില്ല. അപ്പം രണ്ടും സിനിമകളല്ലേ? രണ്ട് തരത്തിലുള്ള സിനിമകളും അവാർഡ് നേടിയിട്ടില്ലേ? രണ്ടുപേരും മലയാളത്തിൻ്റെ പ്രിയങ്കരനായ സംവിധായകരായിട്ടില്ലേ? അങ്ങനെ പലരും പല രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, എങ്ങനെയൊക്കെ സിനിമ എടുക്കാൻ പറ്റിയാലും സിനിമ സ്ക്രീനിൽ വരുമ്പോൾ, സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ പറ്റുമ്പോൾ വിജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ ചിലരുടെ അഭിനയം മോശമായിരിക്കാം, നന്നായിരിക്കാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടിയുടെ അഭിനയം കാണുമ്പോൾ ചില സിനിമകളിൽ മമ്മൂട്ടി അനങ്ങാതെ നിൽക്കുന്നു, മമ്മൂട്ടി അങ്ങോട്ട് തിരിയുന്നു, മമ്മൂട്ടി ഇങ്ങോട്ട് നോക്കുന്നു. ഇതൊക്കെ അഭിനയമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം. അഭിനയത്തിൻ്റെ സ്റ്റൈൽ വേറെ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം മമ്മൂട്ടിയെ നീട്ടി ഇപ്പോഴൊന്നല്ല, ഇതൊരു ആദ്യകാലത്തെ കാര്യമാണെന്ന് ആലോചിക്കണം. അത് ആർക്കും പറ്റുന്നൊരു കാര്യമാണ് എന്നതുകൊണ്ട് മമ്മൂട്ടി മോശക്കാരനായിരിക്കുന്നു. ആ സംഭവം ഇങ്ങനെയാണെന്ന് ആലോചിക്കണം. പ്രഗത്ഭനായ സംവിധായകൻ KS സേതുമാധവൻ സാറാണ് മമ്മൂട്ടിയെ മാറ്റി നിർത്തിയത്. നിനക്കൊന്നും ഈ പണി പറ്റിയില്ല എന്നല്ല പറഞ്ഞത്. ഈ സിനിമയ്ക്ക്, ഈ റോളിന് ഇപ്പോൾ താൻ യോജിച്ചതല്ല, അതുകൊണ്ട് മാറി നിൽക്കൂ. അത് പറഞ്ഞ് വേറൊരാൾക്ക് ചാൻസ് കൊടുക്കേണ്ടത്. ചാൻസ് കൊടുക്കുമെന്ന് വെച്ചാൽ എന്താ? അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള പഴയ പടം, ആ പടം നിങ്ങൾ കണ്ടിട്ടുള്ളതാണത്. അതിൽ അഭിനയിക്കാൻ ചെന്നാണ് മമ്മൂട്ടി നിലയിക്കുന്നത്. അതിൻ്റെ ത്യാഗങ്ങളൊക്കെ മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും ത്യാഗം സഹിച്ച് പട്ടിണി കിടന്ന് വണ്ടിക്കൂലി കാശിലെ നടന്ന് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് അഭിനയിക്കാൻ വന്ന മമ്മൂട്ടി അവസരം കൊടുത്തു. അവർ കുറേ പ്രാവശ്യം ടേക്ക് എടുത്തപ്പോഴും ഒരു പരിധിയില്ലേ? കണ്ടു നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, ഈ സേതുമാധവൻ സാറിന് വേറെ ജോലിയില്ലേ, വേറെ ആളെ മാറ്റിക്കൂടെ? ഇങ്ങനെ ഫിലിം വെറുതെ തിന്നല്ലേ? അന്ന് ഫിലിമാണ് കേട്ടോ, ഇന്ന് ഫിലിം വേണമെന്നില്ലല്ലോ. അന്ന് ഫിലിം തിന്നുന്നു, സമയം കഴിക്കുന്നു. ഒരു പുതിയൊരു നടന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പാട് വേണോ? അപ്പോഴും സേതുമാധവൻ സാറ് പറഞ്ഞതെന്താ, ഒരു പരീക്ഷ കൂടി നോക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെയും മമ്മൂട്ടി പരാജയപ്പെട്ടപ്പോൾ സേതുമാധവൻ സാർ പറഞ്ഞു, ഇനി ഞാൻ നിസ്സഹായനാണ്, താങ്കൾ പൊയ്ക്കോളൂ,
താങ്കൾ മാറി നിന്നോളൂ, എന്തായാലും ഈ സിനിമയ്ക്ക് ഇനി താങ്കൾ വേണ്ട. അപ്പോൾ അസോസിയേറ്റഡ് പറഞ്ഞു മറ്റേ ആളെ കൂടി കൊണ്ടുവരൂ. അങ്ങനെ പുതിയ നടൻ വിളിച്ചുകൊണ്ടിരിക്കുക. മമ്മൂട്ടി കാണുന്നത് പൊട്ടിക്കരയാണ്. കരയുമ്പോൾ ഉറക്ക ശബ്ദം പുറക്കെയാണ്, വായയിൽ വിരൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കരച്ചിൽ നിയന്ത്രിക്കുകയാണെന്ന് ആലോചിക്കണം. കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മാറുന്നില്ല. പ്ലീസ് മാറി നിൽക്കണം, ഒന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞെങ്കിലും സേതുമാധവൻ സാറിൻ്റെ നേരെ നോക്കി കൈകൂപ്പി കൊണ്ട് പറഞ്ഞു, സാർ ഒരു ചാൻസ് കൂടി, ഒറ്റ ചാൻസ്, ആ ചാൻസ് ശരിയായില്ലെങ്കിൽ സാറിനെ മാറ്റിക്കോ. അപ്പോൾ സാറ് ആലോചിച്ച് 5-8 ചാൻസ് കൊടുത്താണ് ഇവിടെ. 5-8 ചാൻസ് കൊടുത്തിട്ടും അവൻ ശരിയായിട്ടില്ല. ലാസ്റ്റ് ഒരു ചാൻസ് അല്ലേ ചോദിക്കുന്നത്, കൊടുത്തേക്കാം. ഒരുപക്ഷെ ഇവൻ്റെ കണ്ണുകൾ കാണുമ്പോൾ നാളെ മലയാള സിനിമയിലെ ആരൊക്കെയോ ആയി തീരേണ്ടവണ്. ആരൊക്കെയോ ആയി തീർന്നില്ലെങ്കിലും ഒരു ചാൻസ് അല്ലേ ചോദിച്ചുള്ളൂ. അതൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സേതുമാധവൻ സാറ് പറഞ്ഞു, ശരി ഓക്കെ, ഒരു ചാൻസ് കൂടി തരാം. ആ ചാൻസിൽ നീ പരാജയപ്പെട്ടാൽ പിന്നെ കരഞ്ഞ് കാല് പിടിച്ചിട്ട് കാര്യമില്ല, ഈ ക്യാമറയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതായിരിക്കണം. എല്ലാവരും കാത്തു നിൽക്കുക. ചിലർ ഈ ചെറുപ്പക്കാരനോട് സ്നേഹം കാണിക്കുന്നുണ്ട്, ചിലർ പ്രാർത്ഥിക്കുന്നുണ്ട് ശരിയാകണേ എന്നുള്ളത്. മമ്മൂട്ടി കുറേ സമയം കണ്ണടച്ച് പ്രാർത്ഥിച്ചു, കുറേ സമയം നെഞ്ചത്ത് കൈവച്ചു. ഒറ്റ കാര്യമേ അയാൾ തീരുമാനം, ഈ ചാൻസ് നഷ്ടപ്പെടുത്തിയാൽ തൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും. കാരണം ഈ സിനിമയിൽ അഭിനയിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പോയിട്ടുള്ളത്. ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തൻ്റെ മുഖമെല്ലാം നാട്ടുകാർ കാണും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ നിന്നും പ്രിയങ്കരനായൊരു നടൻ ഉയർന്നു വന്നു. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് മമ്മൂട്ടി നാട്ടിൽ നിന്ന് വന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ പിന്നെ അഭിനയിക്കാൻ അറിയാത്തവരാണ് എന്ന് പറഞ്ഞ് അവനെ പിരിച്ചു വിട്ടിരിക്കുന്ന ഒരു വാർത്ത കേട്ടാൽ എന്തായിരിക്കും? നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? അതും ഇല്ലാതിരിക്കട്ടെ. മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഒരു ചാൻസ്, അവസാന അവസരമാണ്, രക്ഷപ്പെടാനുള്ള അവസരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി നിന്നത്. മമ്മൂട്ടി പറഞ്ഞു, യെസ് ഞാൻ റെഡിയാണ് സാർ എന്ന് പറഞ്ഞു. പിന്നെ കണ്ടതെല്ലാം ചരിത്ര സംഭവങ്ങളാണ് ആയിരിക്കണം. മമ്മൂട്ടി ആ പരീക്ഷണത്തിൽ ആ ലാസ്റ്റ് ചാൻസിൽ വിജയിച്ചു എന്നുള്ളതാണ്. ഒരു ലോകം പിടിച്ചടക്കിയതുപോലെയാണത്. പക്ഷേ അവിടെ സേതുമാധവൻ സാർ ആ മമ്മൂട്ടിയെ തോളിൽ പിടിച്ച് അഭിനന്ദിച്ച് പറഞ്ഞു, ഈ ധൈര്യവും ഈ ചങ്കൂറ്റവും ഈ മനസ്സാന്നിധ്യവും ഉണ്ടല്ലോ, അത് എന്നും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് പരാജയപ്പെടാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരാളെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയും. പിന്നീട് സേതുമാധവൻ സാറിൻ്റെ എത്രയോ സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കഥ, ആ പഴയ കാര്യങ്ങൾ മമ്മൂട്ടി ആലോചിച്ച് നയിക്കണം. പിന്നെ എത്രയോ സിനിമകൾ, എത്രയോ സംവിധായകർ, എത്രയോ എഴുത്തുകാർ, എത്രയോ പുതിയവർക്ക് അവസരം കൊടുത്തു നയിക്കണം. മമ്മൂട്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. പുതിയവർക്ക് അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നു, പുതിയ കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുമെന്ന് ആലോചിക്കണം. ഇനി തനിക്ക് ചെയ്യാനുള്ളത് പരീക്ഷണങ്ങൾ മാത്രമാണ്. അല്ലാതെ കുറേ കാശുണ്ടാക്കി കുറേ ഹിറ്റുകളെ ചെയ്തു കഴിഞ്ഞു. ഈ പരീക്ഷണങ്ങളിലൂടെ വിജയിക്കണം. അതിന് പ്രചോദനമായത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മോഹൻലാലാണെന്ന് ആലോചിക്കണം. നമ്മുടെ നാട്ടിൽ ധാരാളം പ്രൊഫഷണൽ നാടക സംഘങ്ങളുണ്ട്. നാടകമൊന്നും കിട്ടാൻ നെറ്റി ചുളിക്കുന്നവരുണ്ട്. ആ നാടകം കാണാൻ മോഹൻലാൽ നാടകത്തിൽ അഭിനയിച്ചപ്പോഴോ മുകേഷ് കൂടി അഭിനയിച്ചുള്ളൂ. അങ്ങനെ അവർ അവതരിപ്പിച്ച നാടകം കാണാൻ ആൾക്കാർ തടിച്ചുകൂടിയത് മാത്രമല്ല, അവരുടെ നാടകം ബുക്ക് ചെയ്യാൻ ലക്ഷങ്ങൾ വേണ്ടി വന്ന് ആലോചിക്കണം. അപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് അവർ ആ നാടകം കളിച്ചതെന്ന് ആലോചിക്കണം. അപ്പോൾ നാടകത്തിൻ്റെ ഖ്യാതിയുടെ തലം വേറെയായിത്തീർന്നു എന്നതുപോലെ ഈ പരീക്ഷണം നടത്തുന്നത് മമ്മൂട്ടിയാണെങ്കിൽ അത് അംഗീകരിക്കാനുള്ള ആളുണ്ടായിരിക്കും. മമ്മൂട്ടിയേക്കാൾ നന്നായി പുതിയൊരാൾ ചെയ്താൽ ഒരുപക്ഷെ അത് ആദ്യം അംഗീകരിക്കണമെന്നില്ല. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ മമ്മൂട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊച്ചാക്കുന്നത് ശരിയാണോ? പക്ഷേ മമ്മൂട്ടി ഒന്നും നിഷേധിക്കില്ല. ഞാൻ നടന്ന് വീണിട്ട് തന്നെയാണ് ഈ രൂപത്തിലെത്തിയത്, പക്ഷേ ഇനി വീഴാതിരിക്കാം, ശ്രദ്ധിക്കാം. ആ ഒരു ഉറപ്പ് നിങ്ങൾ പ്രേക്ഷകർക്ക് തരാം എന്നേ മമ്മൂട്ടി പറയുന്നുള്ളൂ. അത് ശരിയല്ലേ?